ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾക്കെതിരെ സുപ്രീംകോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ച ആരോപണത്തിൽ അഭിപ്രായം പറയാൻ വിസമ്മതിച്ച് കോടതി. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യവസ്ഥയുടെ മുഖത്തേറ്റ അടിയാണെന്നായിരുന്നു ഇഡി കോടതിയിൽ പറഞ്ഞത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ജൂൺ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ ജൂൺ 5-ന് താൻ തിഹാർ ജയിലിൽ നിന്ന് തിരിച്ചെത്തുമെന്ന കെജ്രിവാളിന്റെ പരാമർശത്തെയാണ് ഇഡി എതിർത്തത്. ജനങ്ങൾ എഎപിക്ക് വോട്ട് ചെയ്താൽ ജൂൺ 2-ന് തനിക്ക് ജയിലിലേക്ക് മടങ്ങേണ്ടി വരില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും? സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിൽ കെജ്രിവാളിന് പ്രത്യേക പരിഗണനയൊന്നും നൽകിയിരുന്നില്ലെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. വിധിക്കെതിരെയുള്ള വിമർശനങ്ങൾ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അതിലേക്ക് കടക്കില്ലെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. അദ്ദേഹം കീഴടങ്ങണമെന്നത് ഉത്തരവിൽ വ്യക്തമാണ്. നിയമവാഴ്ച ഇതിലൂടെ നിയന്ത്രിക്കപ്പെടും. ഇതിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീംകോടതിയിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂൺ 2-ന് കീഴടങ്ങിയ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ഡൽഹിയിലെയും ഹരിയാനയിലെയും തിരഞ്ഞെടുപ്പ് റാലികളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തതും തിഹാർ ജയിലിൽ ഇൻസുലിൻ നിഷേധിച്ചതും സംബന്ധിച്ച് വൈകാരികമായി കെജ്രിവാൾ സംസാരിച്ചിരുന്നു. ജൂൺ 2-ന് ജയിലിലേക്ക് തിരിച്ചുപോകും. 4-ന് ജയിലിലിരുന്ന് തിരഞ്ഞെടുപ്പ് ഫലം കാണും. നിങ്ങൾ ഇന്ത്യ ബ്ലോക്കിനെ വിജയിപ്പിച്ചാൽ ജൂൺ 5-ന് ഞാൻ മടങ്ങിയെത്തും, കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് റാലികളിൽ പറഞ്ഞു.